ഹായ് കൂട്ടുകാരെ, നമസ്കാരം. നമുക്കിന്ന് സൺഫ്ലവർ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് നോക്കാം. സൂര്യകാന്തി പൂ ഒരു ഓവൽ ഷേപ്പിൽ വരച്ചെടുക്കുക. അതിൻ്റെ ഉള്ളിലും അതുപോലെ തന്നെ ഓവൽ ഷേപ്പിൽ വരച്ചെടുക്കുക. അതിനുശേഷം അകത്തുനിന്ന് നീഡിൽ കുത്തി എടുക്കുക. ആങ്കർ ത്രെഡാണ് ഉപയോഗിക്കുന്നത്. അതിനുശേഷം വീണ്ടും അതേ പോയിന്റിൽ കുത്തി താഴേക്ക് ഇറക്കുക. സൈഡിൽ കൂടി സൂചി മുകളിലേക്ക് പൊക്കിയെടുക്കുക. അതിനുശേഷം നീഡിൽ ഇതുപോലെ കയ്യിൽ പിടിക്കുക. നൂല് നീഡിലിൻ്റെ പുറകിൽ കൂടി ഇടുക. ശേഷം നീഡിലിൽ 5 വട്ടം ചുറ്റുക. അതിനുശേഷം ഈ സൂചി ഇങ്ങനെ വലിച്ചെടുക്കുക. ഒരു ചെറിയ പെറ്റൽ നമ്മളുണ്ടാക്കി. ശേഷം നീഡിൽ ഇവിടെ കുത്തി താഴേക്ക് ഇറക്കുക. നീഡിൽ അകത്തെ വരയിൽ കൂടി കുത്തി പുറത്തേക്ക് എടുക്കുക. അതിനുശേഷം അവിടെ തന്നെ താഴേക്ക് കുത്തി താഴ്ത്തുക. പുറത്തെ വരയിൽ കൂടി നീഡിൽ പുറത്തേക്ക് എടുക്കുക. അതിനുശേഷം നൂല് നീഡിലിൻ്റെ പുറകിൽ കൂടി ഇടുക. ശേഷം 5 വട്ടം ചുറ്റുക. അതിനുശേഷം ഇതുപോലെ ഈ നീഡിൽ വലിച്ചെടുക്കുക. ശേഷം വീണ്ടും ഇവിടുത്തെ കുത്തിയിറക്കുക. നീഡിൽ ഇതുപോലെ മുകളിലേക്ക് കുത്തിയെടുക്കുക ഈ പോയിന്റിൽ കൂടി. അതിനുശേഷം അതേ പോയിന്റിൽ താഴേക്ക് കുത്തിയിറക്കുക. പുറത്തെ വരയിൽ കൂടി മുകളിലേക്ക് എടുക്കുക. ശേഷം നൂല് 5 വട്ടം ചുറ്റുക. ശേഷം നീഡിൽ പിടിച്ച് വലിക്കുക. ശേഷം നീഡിൽ ഇവിടെ തന്നെ താഴേക്ക് കുത്തി ഇറക്കുക. നീഡിൽ അകത്തെ വരയിൽ കൂടി മുകളിലേക്ക് കുത്തിയെടുക്കുക. ശേഷം അതേ ലൈനിൽ കൂടി താഴേക്ക് കുത്തിയിറക്കുക. പുറത്തെ ലൈനിൽ കൂടി മുകളിലേക്ക് കുത്തിയെടുക്കുക. ശേഷം നൂല് സൂചിയുടെ പുറകിൽ കൂടി എടുത്ത് 5 വട്ടം ചുറ്റുക. അതിനുശേഷം നീഡിൽ വലിച്ച് മുകളിലേക്ക് എടുക്കുക. ശേഷം ഇവിടെ തന്നെ താഴേക്ക് നീഡിൽ കുത്തി ഇറക്കുക. വളരെ മനോഹരമായ സൺഫ്ലവർ റെഡിയായി. ഇനി ഇതിൻ്റെ ഉള്ളിലെ സീഡ് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് നോക്കാം. ഇതിനും ആങ്കർ ത്രെഡാണ് എടുത്തിരിക്കുന്നത്. ആങ്കർ ത്രെഡ് ഇല്ലെങ്കിൽ സാധാരണ തുന്നുന്ന നൂല് 6 ഇഴയായിട്ട് എടുക്കുക. ഇതുപോലെ 2 വട്ടം നൂല് സൂചി ചുറ്റിക്കൊടുക്കുക. താഴേക്ക് കുത്തിയിറക്കുക. ഫ്രഞ്ച് നോട്ടാണ് ചെയ്തത്. സൂചി മുകളിലേക്ക് കുത്തിയെടുക്കുക. അതിനുശേഷം 2 തവണ ചുറ്റുക. സെയിം ഹോളിൽ കൂടി താഴേക്ക് കുത്തിയിറക്കുക. ഇതാണ് സൺഫ്ലവർ. ഇതിൻ്റെ ലീഫാണിത്. നമ്മൾ ഇപ്പോൾ തയ്ച്ച സൺഫ്ലവർ. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഇത് അയച്ചു കൊടുക്കുക. വളരെ എളുപ്പമാണ് ഇത് സ്റ്റിച്ച് ചെയ്യാൻ. എല്ലാവരും ഇത് സ്റ്റിച്ച് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക.
താങ്ക് യു.